welcome back to Zack's Varieties. ഒരുപാട് വെറൈറ്റി സമൂസകളുണ്ട്. ഏത് സമൂസയാണ് നമ്മളത്? ഫിഷ് സമൂസ. ഫിഷ് ബാബാക്കും അമ്രനും ഭയങ്കര ഇഷ്ടല്ലേ? നമുക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടല്ലേ? അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഐറ്റം ഒരു ഫിഷ് സമൂസയാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒരുപാട് എന്തുണ്ട് അതല്ല, ഒരുപാട് യാത്രകളുണ്ട് നമ്മളെ ചാനലില്. അതൊക്കെ കാണാൻ പറയണം. ലോകയാത്രകളുണ്ട്, ഇന്ത്യൻ യാത്രകളുണ്ട്. അപ്പൊ എല്ലാതും സ്കിപ്പ് ചെയ്യാതെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പൊരിച്ചിട്ടുള്ള മീനാണ് ഈ കാണുന്നത്. ഇത് ഒരു മുള്ളുള്ള മീനാണ്. ആ മുള്ള് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഊരിയിട്ട് ഇത് കാണുന്ന വേസ്റ്റ് മുള്ളാണ്. ഇതാണ് നമ്മുടെ മീനിൻ്റെ കാമ്പ്. ഇനി കുറച്ച് സോയാചങ്ക് ഒരു ബൗളിലിട്ടിട്ട് നല്ല ചൂടുള്ള വെള്ളയിലേക്ക് പാർന്നിട്ട് 1 മണിക്കൂർ അടച്ചു വെക്കുക. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ അതിൻ്റെ ഒന്ന് പിഴിഞ്ഞ് കളയാണ്. അതിൻ്റെ കറ അതുകൊണ്ട് പുറത്തേക്ക് കളയുക. ഇതിനെ നമ്മളിനി ചെറുതാക്കി മുറിക്കണം. മാക്സിമം നിങ്ങളെ കൊണ്ട് എത്രയാണോ ചെറുതാക്കി മുറിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതുപോലെ മുറിക്കുക. ഇത് പിന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ, ഈ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മളിനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കി കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റാവും. അപ്പോൾ ഇതാണ് സോയാചങ്ക്. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ വലിയ ഉള്ളി ഒരു 2 എണ്ണം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലോണം നൈസാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞാണ്. ഉപ്പ് പാകത്തിനിട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആ മീനിൻ്റെ ആ കാമ്പ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ആ സോയാചങ്കിൻ്റെ ആ ഒരു പീസും ചെറുതാക്കി അരിഞ്ഞത് അതും അതിലേക്ക് ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും, 1.5 സ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും, സ്വല്പം മഞ്ഞളിടുക. മഞ്ഞൾ അധികം ഇടരുത്, നല്ലോണം വേണ്ടി മിക്സ് ചെയ്യുക. പിന്നെ ഒരു ക്യാപ്സിക്കം അതിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അത് അടച്ചു വെക്കുക. പിന്നെ 5 മിനിറ്റിന് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 2 കൈപ്പിടുത്തം മല്ലിയില ഇട്ടിട്ട് ഇനി ഇത് ഓഫ് ചെയ്യുക. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം, ഇത് ചൂടാറാൻ വേണ്ടിയിട്ട്. ഈ ഒരു മസാല പിന്നെ സമൂസക്ക് പുറമെ ഞാൻ വേറെയും 1-2 കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. കട്ട്ലറ്റ് ഉണ്ടാക്കാം ഒക്കെ ഇതിന് പറ്റും. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് ഇനി സമൂസ നിറക്കണം. ഇത് സമൂസ ലീഫ് ഇങ്ങനെ വെക്കുക. അത് ഒരു പ്രാക്ടീസ് വേണം, എന്നെങ്കിലുള്ള നമുക്കത് ഇതായി വരും. ഇതേപോലെ ചെയ്യുക. കൈകൊണ്ട് മടക്കിയിട്ട് അതിലേക്ക് 1 സ്പൂണ് അരച്ചിട്ട് അതിങ്ങനെ മടക്കുക. ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക, പിന്നെ ഇങ്ങോട്ടേക്ക് മടക്കുക. പിന്നെ ഇവിടെ ഒരു മൈദപ്പൊടിയുടെ ഒരു പേസ്റ്റ് അതിൽ തേക്കുക. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് 3 മൂല ഉണ്ടാവില്ല. 3 മൂലയ്ക്ക് ഓട്ട വന്നു വരുത്. ഹോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ എണ്ണ കയറും. അപ്പോൾ ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതാണ് സമൂസൻ്റെ പാക്കിങ്ങിന് ഉഷാറ്. ഞാൻ അടുപ്പ് ചൂടാക്കിയിട്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിൽ ഇതിങ്ങനെ സമൂസ ഇടുന്നുണ്ട്. ഇതിലൊരു 5 എണ്ണ ഇടുന്നത്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു കളർ മാറി വരുന്ന സമയത്ത് അത് അങ്ങോട്ടേക്ക് മറിച്ചിടുക. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കാരണം ഇത് ജസ്റ്റ് ലീഫ് മാത്രം ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ സംഭവം പൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കുക ഫിഷ് സമൂസ. ഫിഷ് സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി മീൻ കഷ്ണമീനും പറ്റും. ഞാൻ അപ്പോൾ ഈ ഒരു മീൻ എൻ്റെ കയ്യിലുണ്ടായത്, അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.